ഒരു യജമാനൻ തൻ്റെ തോട്ടക്കാരനെ വിളിച്ച് ഒരു ചെടി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നീ നട്ട് നന്നായിട്ട് പരിപാലിക്കണം. ഇതേലുണ്ടാകുന്ന പൂവിന് ഭയങ്കര സുഗന്ധമുള്ളതാണ്. അങ്ങനെ ആ തോട്ടക്കാരൻ ആ ചെടി നട്ടു. ദിവസവും നന്നായിട്ട് പരിപാലിച്ചു. ദിവസങ്ങൾക്ക് ശേഷം അതിൽ മൊട്ടുണ്ടായി. ആ മൊട്ട് വിരിയാനുള്ള സമയമായി. തോട്ടക്കാരൻ ചിന്തിച്ചു, ആ മൊട്ട് വിരിയുമ്പോൾ ആദ്യം ഞാൻ വേണം കാണാൻ എന്ന് വിചാരിച്ച് അതിരാവിലെ അയാൾ എഴുന്നേറ്റ് ആ ചെടിയുടെ അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ആ ചെടിയിൽ ആ പൂ ഉണ്ടായിരുന്നില്ല. അയാൾ വളരെയേറെ സങ്കടപ്പെട്ട് ആ ചെടിയുടെ ചുവട്ടിലിരുന്നു. അപ്പോൾ യജമാനൻ വന്ന് ചോദിച്ചു, എന്തു പറ്റി? എന്തിനാണ് നീ വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ ആ തോട്ടക്കാരൻ പറഞ്ഞു, ആ പൂവ് ആരോ പറിച്ചെടുത്തിരിക്കുന്നു എന്ന്. യജമാനൻ പറഞ്ഞു, ഞാനാണ് പറിച്ചെടുത്തത്. അതിൻ്റെ ഉടമസ്ഥൻ ഞാനാണ്. ആ ചെടി നിനക്ക് നടാൻ വേണ്ടി മാത്രമാണ് ഞാൻ തന്നത്, അല്ലാതെ അത് നിൻ്റേതായിരുന്നില്ല എന്ന്. അപ്പോൾ ആ തോട്ടക്കാരൻ ചിന്തിച്ചു, ശരിയാണ്, എനിക്ക് നടാൻ തന്നതാണെന്നുള്ള കാര്യം ഞാൻ മറന്ന് എൻ്റെ എന്ന് വിചാരിച്ചു. ഒരിക്കലും അത് എൻ്റേതായിരുന്നില്ല എന്ന്. ഇതുപോലാണ് നമ്മളുടെ ജീവിതത്തിലും. നമുക്കുള്ള സകലതും, അപ്പൻ, അമ്മ, മക്കൾ, നമ്മുടെ ബന്ധങ്ങളെല്ലാം ഈ ലോകത്തിലുള്ള സർവ്വതും ദൈവം നമുക്ക് ദാനമായി തന്നതാണ്. ഒന്നും നമ്മുടെ ആയിരുന്നില്ല. നമ്മൾ ജനിക്കുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, പോകുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുന്നുമില്ല. ഈ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും നടുവിൽ നമുക്ക് തന്നിരിക്കുന്ന റോള് അപ്പൻ്റെയോ അമ്മയുടെയോ ആരുടെയാണോ നമുക്ക് തന്നിരിക്കുന്നത്, നമ്മൾ ജോലി സ്ഥലത്താകാം, ഏതവസ്ഥയിലാണേലും അത് നല്ല ആത്മാർത്ഥതയോടും സത്യസന്ധമായിട്ടും ചെയ്യുക. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിച്ചും സഹായിച്ചും ആരോരുമില്ലാത്തവർക്ക് താങ്ങും തണലുമായി മറ്റുള്ളവരുടെ മനസ്സിൽ കുറേ നല്ല ഓർമ്മകൾ കൊടുത്തിട്ട് ഈ ലോകത്തിൽ നിന്ന് പോകാൻ ശ്രമിക്കാം. നമ്മളുടെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം മാത്രമേ നമ്മളെ പേര് ചൊല്ലി എല്ലാവരും വിളിക്കാറുള്ളൂ. മരണപ്പെടുന്ന ആ നിമിഷം മുതൽ നമ്മുടെ പ്രിയപ്പെട്ടവർ വരെ നമ്മളെ വിളിക്കുന്നത് ബോഡി എന്നാണ്. അത്രയേ ഉള്ളൂ ജീവിതം. നമുക്ക് കിട്ടാത്തതിനെ ഓർത്ത് നമ്മൾ നിരാശപ്പെടുമ്പോഴും നമ്മുടെ പ്രതീക്ഷകളെല്ലാം നശിച്ച് വിഷമിച്ചിരിക്കുന്ന അവസരത്തിലൊക്കെ ചിന്തിക്കുക, അതൊന്നും നമ്മുടേതായിരുന്നില്ല. ഈ ലോകത്തുള്ള യാതൊന്നും നമ്മുടേതല്ലെന്നും ഇവിടെയുള്ള മറ്റുള്ളവരുടെ ഇടയിൽ ആഴത്തിലുള്ള ബന്ധങ്ങളുണ്ടാക്കി സ്ഥിരതാമസത്തിന് വന്നവരല്ല നമ്മളെന്നും നമ്മുടെ ഉടമസ്ഥനായ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ ഏത് നിമിഷവും നമ്മൾ പോകാൻ വിധിക്കപ്പെട്ടവരാണെന്നുമുള്ള ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം.